മഹാനായ റൂമി തങ്ങളൊരു കഥ പറയുന്നുണ്ട്. ഈ മൃഗങ്ങളുടെ തൊലി ഊരി ജീവിച്ച് വരുമാന മാർഗം കിട്ടുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ മകനും അയാളുടെ കൂടെ ചെറുപ്പത്തിലെ ഈ പണിയാണ്. ചെന്നായ്ക്കളുടെയും പാമ്പിൻ്റെയും നായ്ക്കളുടെയും ഒക്കെ തോലൂരി ഉണക്കി വിൽക്കുക എന്നതാണ് അവരുടെ ജോലി. അപ്പോൾ ആ മകൻ ചെറുപ്പത്തിലേ അതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആ മണത്തോട്, ആ നീചമായ വാസനത്തോട് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു വാസന അറിയില്ല. ഒരിക്കലും ആ മകൻ വലുതായി ചന്തയിലൂടെ നടന്നപ്പോൾ ചന്തയിൽ നിന്ന് സുഗന്ധം അവൻ്റെ മൂക്കിൽ തട്ടിയപ്പോൾ അവൻ ബോധം കെട്ട് വീണു. ആളുകൾ വന്നു, വെള്ളം കുടഞ്ഞു നോക്കി, റോസാപ്പൂവിൻ്റെ വെള്ളം കുടഞ്ഞു നോക്കി, പല സുഗന്ധമുള്ള കാര്യങ്ങൾ വന്ന് അവനെ മണപ്പിച്ച് ഉണർത്താൻ നോക്കി. അവന് ബോധം തിരിച്ചു കിട്ടിയില്ല. അവനെ വാപ്പ ഇതറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തി. കയ്യിലൊരു നായ്ക്കാഷ്ടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മകന് മണപ്പിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു. കാരണം ആ മണമാണ് ആ മകന് കൂടുതൽ ഇഷ്ടം. അവൻ്റെ ആത്മാവ് ഉണരുന്നത് ആ മണത്തിലാണ്. കാരണം അവൻ നീചമായ ആ ഒരു സാഹചര്യത്തിൽ വളർന്നതാണ്. നല്ല മണങ്ങളൊന്നും പിടിക്കില്ല. അങ്ങനെയും ആളുകളുണ്ട്. ഹറാമായ മണത്തോടാണ് കൂടുതൽ ഇഷ്ടം. എത്ര നന്മ ഓതിക്കൊടുത്താലും എത്ര നന്മയിൽ ആളുകൾ വന്നെത്തിയാലും അവൻ ആ സുഗന്ധം ഒരു ചെവിയിലേക്ക് കേട്ട് മറ്റേയിലേക്ക് ഇളകിപ്പോകും. എത്ര തന്നെ നന്നാക്കാൻ ശ്രമിച്ചാലും അവൻ്റെ കൽബ് ഹറാമിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അള്ളാഹു അവനെ ഉപേക്ഷിച്ച അടയാളാണ്. അള്ളാഹു നമ്മളെ കാക്കും. എത്ര നല്ല സുഹബത്തുണ്ടായിട്ടും മോശമായ മണം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ഇൽമറിയാം, ഒരുപാട് കാര്യങ്ങളറിയാം, എന്നാലും അവൻ്റെ ഉള്ളിൽ അദാഹം കിട്ടൂ, ആ ഈമാൻ്റെ വെളിച്ചം കിട്ടൂ. അവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവന് വെളിച്ചം ഒരു അലർജി പോലെയാണ്. വെളിച്ചം അവനെ ഒരു ബേജാറാക്കുന്ന ഒരു കാര്യമായി മാറിയെങ്കിൽ അവൻ ശൈത്താൻ്റെ വലയത്തിൽപ്പെട്ടു. ഇന്ന് അല്ലാഹു അല്ലാതെ വേറൊരാൾക്കും അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാം. അതുകൊണ്ടാണ് ഈമാൻ എന്ന ഈ വെളിച്ചം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ ദാഹം, അല്ലാഹ് എന്നൊരു ദാഹം നമ്മുടെ ഉള്ളിൽ വളരണം. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിലേക്കുള്ള ആ നിലവിളി, അല്ലാഹുവിലേക്കുള്ള ഇഷ്ടത്തിന് നിലവിളി നമ്മൾ എന്നും ഉയർത്താൻ ശ്രമിക്കണം. ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് നേരിട്ട് ഉയർത്താൻ കഴിയുന്ന ഒരു നിലവിളി നമ്മുടെ ഉള്ളിലുണ്ടാകും. ആഴമായ ഒരു ദുഃഖത്തിൻ്റെ ശബ്ദമല്ല, മറിച്ച് ആത്മാവതിൻ്റെ യഥാർത്ഥ ഉറവിടമായ അല്ലാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന തീവ്രമായ ആ ദാഹമാണ് ആ നിലവിളി.